ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഇന്നൊരു നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ മോന് ഫുഡ് കൊടുത്തിട്ടില്ല, ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. മക്കളെയൊക്കെ വിട്ടിട്ട് ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്ന മോന് ടിഫിൻ, അച്ഛന് വേറെ ടിഫിൻ, മക്കൾക്ക് മോൾക്ക് വേറെ ടിഫിൻ, അതൊക്കെ കൊടുത്ത് വിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ചോറിൻ്റെ ലഞ്ചിനുള്ള ഒരു 1-2 കറിയേ ആയിട്ടുള്ളൂ, പിന്നെയൊന്നും ആയിട്ടില്ല. ഒരുപാട് പാത്രങ്ങളൊക്കെ കഴിയണം. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ക്ലീനിങ്ങൊക്കെ ആകാമെന്ന് വിചാരിച്ചു. മോനിങ്ങനെ എൻ്റെ പിറകെ നടക്കുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാലേ കാണിച്ചു തരാം. നമ്മൾ ഇവളുടെ ഈ ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് ഇത് കണ്ടോ, കോളിനി വെച്ച് ഇതൊക്കെ വെച്ച് കോളിൻ വെച്ചൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിറച്ച് അഴുക്ക്. അപ്പോൾ കുറേ ഉണ്ട് ഡ്രസ്സിങ് ടേബിളും ഒക്കെ. അപ്പോൾ നമ്മൾ കോളിങ് വെച്ചിട്ട് ഒന്ന് ഈ പേപ്പർ ഇട്ടിട്ട് ഒന്ന് പിടിക്കും, അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ അകമൊന്നും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല കേട്ടോ. അകമൊക്കെ ശരിയാക്കണമെങ്കിൽ മോള് തന്നെ വരണം. കാരണം മോള് വന്നിട്ട് മോൾക്ക് ഇഷ്ടമുള്ളത് ഈ പോകാൻ നേരത്ത് വലിച്ചു വാരി ഇട്ടിട്ട് പോകും. പിന്നെ വരുമ്പോൾ ഒരു ഞായറാഴ്ചയാണ് ഒതുക്കലും പിടിക്കലൊക്കെ, ശനി ഞായറൊക്കെ. അപ്പോൾ നമ്മളിത് ഒന്ന് ഇതൊക്കെ ഒന്ന് തുടച്ച് ബാത്റൂമിൽ 3 ബാത്റൂമിൽ ഒരു 3 ഇതുപോലെ കണ്ണാടികളുണ്ട്. ഇപ്പോൾ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കണം. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ അതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മോളുടെ ഡ്രസ്സിൻ്റെ ഇവൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും തികയുന്നില്ല. ഇപ്പം എല്ലാം ഇങ്ങനെ തികയാത്തതുകൊണ്ട് തിരിച്ചതേ മുകളിലും വച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ മുകളിലും നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ മുകളിലും വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾ വരുമ്പോഴാണ് അവൾക്ക് എന്തൊക്കെ അത്യാവശ്യം ഒന്ന് വിചാരിച്ച് എല്ലാം എടുക്കാനും പിടിക്കാനും ഒക്കെ. അപ്പോൾ ഒന്ന് തുടച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തുടക്കുന്ന കണ്ടോ, ഇതൊക്കെ നിറച്ച് അഴുക്കും. ഈ എന്താ പറയുന്നത്, ക്രീമൊക്കെ ഇടുമ്പോൾ ആ ക്രീമൊക്കെ ഇതിൽ വന്ന് തെറിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടാണ്, ഇത് കണ്ടോ. ഇതൊക്കെ തുടച്ച് നമുക്ക് എന്തോ കൊതുക് അടിക്കുന്നു കേട്ടോ ഇവനെ. നോക്കട്ടെ പൊന്നാ. ആ ടെറസിൻ്റെ മുകളിൽ ചെന്ന് നീ കിടന്നാ നീ എന്നോട് കിടക്കല്ലേന്ന് പറഞ്ഞാ നീ ഫുഡ് കഴിക്കാതിരിക്കാൻ മുകളിൽ ചെന്ന് കിടക്കൂലേ? അവിടത്തതൊക്കെ കഴിഞ്ഞു കേട്ടോ. ബാത്റൂമിലേക്ക് വന്നതാണ്. ബാത്റൂമിലും ഇതുപോലെ 2-3 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന്, ഇപ്പം ഞാൻ ഈ ഫോൺ പിടിക്കുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോൺ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച് ഇത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന്, ഇതിവിടെയും ഉണ്ട് കുറേ സാധനങ്ങൾ. ഇതുപോലെ 3 ബാത്റൂമിൻ്റെ ഇതൊക്കെ തുടക്കണം കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതാണ് കാര്യം. ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പം എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക്, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണല്ലോ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ തുടച്ച് എടുത്തൊക്കെ നമ്മുടെ കൈ വന്നില്ലെങ്കിൽ ഒരു കാര്യവും നടക്കൂല ഫ്രണ്ട്സ്. ഇവിടെയൊക്കെ എല്ലാവരും രാവിലെ പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മുടെ കൈ തന്നെ വരണം, വരാതെ ഇരുന്നാൽ പറ്റൂല. അതാണ് കാര്യം. ഒക്കെ തുടച്ചു എടുത്തും വരുമ്പം തന്നെ കുറേ നേരം പിടിക്കും കേട്ടോ. ഇതൊക്കെ തന്നെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ ഈ കാച്ചിൻ്റെ ഡ്രസ്സിങ് ടേബിളും ബാത്റൂമിൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ, ആ ടേബിളൊക്കെ കാച്ചൊക്കെ തുടച്ച് ആ മിററൊക്കെ തുടച്ചതിന് ശേഷം ഇവന് ഫുഡ് കൊടുക്കാൻ പോയി കേട്ടോ. ഒരു 2 ബക്കറ്റ് തുണി മുകളിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട്. അടുത്തത് കിടപ്പുണ്ട് ഇവിടെ. മോന് 2-3 ദിവസം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ തുണികളും ഒക്കെ ഉണ്ടായിരുന്നു. അവനൊരു ഡാർജിലിങ്ങിൽ പോയി. അപ്പോൾ തണുത്ത സ്ഥലങ്ങളാണ്, ഒരുപാട് തുണികളുണ്ട്. അപ്പോൾ അതും കഴുകണം. ഇത് കണ്ടോ, ചോറൊക്കെ കൊടുത്തു തുടച്ചൊക്കെ എടുത്തിട്ട് കേരടാ എന്ന് പറഞ്ഞപ്പോൾ കേറാതെ നിൽക്കണ കണ്ടോ നിപ്പ്. പൊന്നു കയറ്, പൊന്നുമാ അച്ഛ കയറടാ. ഈ പൗഡറൊക്കെ ഇട്ട് തരട്ടെ മാമ. പൗഡറൊക്കെ ഇട്ടിട്ട് നമുക്ക് തുണി വിരിക്കണം. ഓടി വാ. ഇത്രയും രാവിലെ സാമ്പാർ വെച്ചു, ചട്നി അരച്ചു, ദോശ ഉണ്ടാക്കി മക്കൾക്ക്, ഹസ്ബൻഡിന് റൊട്ടി ഉണ്ടാക്കി, ഉരുളക്കിഴങ്ങും ക്യാരറ്റും കറി വെച്ചു, മീനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഇച്ചിരി പാവക്ക വെക്കാനുണ്ട്. പാവക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്നും വച്ചിട്ടില്ല. അപ്പോൾ
രാവിലെ കുളിച്ച് വിളക്ക് കത്തിക്കല്ലേ. അപ്പോൾ ഈ വിളക്ക് കത്തിക്കാൻ തന്നെ നമുക്ക് 1 മണിക്കൂർ പിന്നെ പൂജാ റൂമിൽ ഇരിക്കേണ്ടിയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ വീടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിററൊക്കെ തുടക്കലും ഡ്രസ്സിങ് ടേബിൾ തുടക്കലും ഒക്കെ അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാര്യമായിട്ട് നമുക്ക് മോൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റണമല്ലോ ഞാൻ ഈ ക്ലീനിങ്ങിലൊക്കെ ആണെന്ന്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വന്നതിന് ശേഷം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒന്ന് ഒതുക്കി പിടിച്ചിട്ടൊക്കെ പതുക്കെയൊക്കെ ചെയ്യാം ക്ലീനിങ്ങൊക്കെ. അപ്പോൾ അതിന് മുമ്പ് ഫുഡൊക്കെ ചടപടാന്ന് വെച്ച് 5 മണിക്ക് എണീറ്റാൽ ഈ ഓട്ടമാണ് കേട്ടോ. ചില സമയം നമ്മൾ ഓടുന്നല്ലാതെ പണികളങ്ങ് തീരുന്നില്ല. എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ചില സമയം അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ഓടി പണിയെടുക്കും, പക്ഷേ പണി അങ്ങോട്ട് എൻഡിങ്ങിൽ നമ്മൾ വിചാരിക്കുന്ന പൂർത്തീകരണത്തിലാകുന്നില്ല കേട്ടോ. ഞങ്ങളൊക്കെ 5 മണിക്ക് എണീക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് എനിക്ക് പൂജാ റൂമിൽ തന്നെ 1 മണിക്കൂർ വേണം. ഈ പിത്തള പാത്രങ്ങളൊക്കെ എടുത്ത് താഴെയോ മുകളിലോ കൊണ്ടുപോയി കഴുകി എടുത്ത് അത് തുടച്ച് കൊണ്ടുവന്നു, പഴയ പൂക്കളൊക്കെ മാറ്റി പൂജാ റൂം തുടച്ച് പുതിയ പൂക്കളൊക്കെ വച്ചു. മുകളിൽ നിന്ന് തുളസിയൊക്കെ നമ്മൾ പൂക്കളിൽ നിന്ന് കിട്ടും, മേടിക്കും. എന്നാലും ഞാൻ മുകളിൽ നിന്ന് തുളസിയും ഉള്ള പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതിൻ്റേതായ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി ആർത്തിയൊക്കെ ചെയ്ത് ശംഖൊക്കെ ഊതി ഒക്കെ വരുമ്പം തന്നെ ഒത്തിരി അങ്ങനെ 2 നേരം വിളക്ക് കത്തിക്കും കേട്ടോ. അപ്പോൾ ഈ 2 നേരത്തെ വിളക്ക് തന്നെ 2 മണിക്കൂർ നമുക്ക് പൂജാ റൂമിൽ പോകണം. അങ്ങനെ ഇതായിപ്പോകും. പിന്നെ മോന് ഇതേ ഇപ്പോൾ ഫുഡൊക്കെ കൊടുത്തു. പല്ലൊക്കെ നോക്കട്ടെ, പല്ല് നോക്കട്ടെ പൊന്നാ. പല്ലൊക്കെ തേച്ചു എല്ലാം ഒന്ന് തുടച്ചിട്ട് ഇതേ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ് കയറ് മോനെ, ഇതേ പൗഡർ ഇട്ടുതരാം. എന്നിട്ട് മമ്മിക്ക് 1 ബക്കറ്റ് ജീൻസുകളൊക്കെ കുറേ കട്ടി ഉള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ്, വെയിലുണ്ട്, നല്ലവണ്ണം ഉണങ്ങി കിട്ടും. 3 മണിക്കൊന്നും വെയിൽ പോകില്ല. ഇപ്പോൾ ചൂട് നല്ലതായിട്ട് വന്നു കേട്ടോ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഏകദേശം ഒരു 6 മണിയാവുന്നവരെയും അവിടെ കിടക്കും. വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഇവനെ ഒന്ന് തുടച്ചൊക്കെ എടുത്തു. ഇവൻ്റെ മെഡിസിനൊക്കെ കൊടുത്തു. ഇവന് ഫുഡ് കഴിക്കുന്നതിന് മുമ്പുള്ള മെഡിസിൻ, ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള മെഡിസിൻ എല്ലാം കൊടുത്തു. കയറെന്ന് പറഞ്ഞിട്ടോ വാശി കണ്ടോ, കയറാതെ നിൽക്കുന്നേ. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമുക്ക് പൊന്നു ഇവിടെ വാ, ബോൺ കൊണ്ടുവന്നിട്ട് പിടിക്കുന്നതാണ് കേട്ടോ. അത് കണ്ടോ നല്ല കുട്ടിയല്ലേ. ബോണും ബോളും മതി അവന്. ഇപ്പോൾ ഫാനൊന്നും ഇടാതെ ഇരിക്കാൻ പറ്റൂല കേട്ടോ, നല്ല ചൂടാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇനിയും പണിയുണ്ട്. ഇനി വൈകുന്നേരമൊക്കെ തുണികളൊക്കെ എടുത്ത് ഒരു കുന്ന് തുണികൾ മടക്കിയൊക്കെ വെക്കണം. ഇനി വെള്ളിയാഴ്ച കഴിഞ്ഞാൽ മോൾക്ക് ശനിയാഴ്ച വേണം. പിന്നെ മോളുടെ വാർഡ്രോബ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒതുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികളാട്ടോ. പിന്നെ നമ്മുടെ കൂളർ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ചൂട് വന്നു, തണുപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത വർഷം മതി. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എല്ലാം കഴുകി വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി നമ്മൾ അടുത്ത വർഷത്തേക്ക് ഒരിടത്ത് നമ്മുടെ ഒരു അലമാരയിലാക്കി വെക്കും. ഈ കൂളർ ഐറ്റംസ് വെക്കാൻ ഒരു അലമാരയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് മാറ്റി വെക്കും. അടുത്ത വർഷം എടുക്കുള്ളൂ. പിന്നെ ഇങ്ങനത്തെ കമ്പിളി, വലിയ മോട്ട കമ്പിളിയൊക്കെ നമ്മളിപ്പോൾ ഡ്രൈ ക്ലീന് കൊടുക്കും. ഒരു 3-4 കമ്പിളിയുണ്ട്. അപ്പോൾ അതൊക്കെ ഡ്രൈ ക്ലീൻ കൊടുക്കും. AC-യിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഇതിനേക്കാളും ഇച്ചിരി ഹൽക്കയായിട്ടുള്ള പുതപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ വലിയ മോട്ട കമ്പിളിയൊക്കെ എടുക്കുന്ന തണുപ്പ് വരുമ്പോഴാണ്. പിന്നെ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതൊക്കെ വൃത്തിയായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ ഫുഡ് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുത്തു, മോന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇന്ന് ധൃതി പിടിച്ചുള്ള കൊടുപ്പായിരുന്നു കേട്ടോ. എല്ലാം ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഫ്രണ്ട്സ്. നമുക്ക് സാധാരണ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അന്നുള്ള വീഡിയോ തന്നെ എടുത്ത് അന്നു തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് അത് എല്ലാ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഇനി വൈകുന്നേരം ഒന്ന് ലൈവിലിരിക്കണം. കാരണം ഞാൻ വീഡിയോ ഇന്ന് അധികം ഇട്ടില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ഒന്ന് ലൈവിലിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് സന്ധ്യാവിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നമുക്ക് ഇരിക്കാം. എന്താണെന്നറിയാമോ, ഒന്നാമത്തെ നമുക്ക് ഓരോ വീട്ടിലും ഓരോ പ്രകൃതമല്ലേ ഫ്രണ്ട്സ്. കാരണം ഓരോരുത്തരുടെ ഹസ്ബൻഡും ഓരോരുത്തരുടെ മക്കളും ഒക്കെ നമ്മുടെ സ്വഭാവങ്ങൾ വേറെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ 5 മണിക്ക് ഇവനെയും കൊണ്ട് മോർണിംഗ് വാക്കിനൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ ഉടനെ തന്നെ ചായ വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു ആളാണ്. പുള്ളിക്ക് ചായ 2-3 പ്രാവശ്യം വേണം. അപ്പോൾ 2-3 പ്രാവശ്യം ചായ ഇടണം. അപ്പോൾ ചായ ലേറ്റാകാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുളി കഴിഞ്ഞാൽ ഉടനെ തന്നെ ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണം. പിന്നെ പുള്ളി ഇൻസുലിനൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇൻസുലിൻ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 കൊല്ലത്തിന് മുമ്പ് ക്രിയേറ്റിൻ കൂടിയിട്ട്
കുറച്ച് ICUവിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ക്രിയേറ്റിനൊക്കെ ഇപ്പോൾ കുറഞ്ഞു 1 പോയിൻറ്റിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ അധികമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഭക്ഷണങ്ങളാണ് കൊടുക്കണം. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ മക്കൾക്ക് വേണ്ടി മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ പുള്ളിക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കി. നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് ഞാൻ ഫ്രിഡ്ജിൽ രാത്രി വെച്ച്, നമ്മൾ രാത്രി റൊട്ടിയാണല്ലോ വച്ചിട്ടുണ്ടായി. എന്നാലും നമ്മൾ അതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ ഇതിപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് അതിനു വേണ്ടിയുള്ള ഷുഗർ പേഷ്യൻറ്റും ഇൻസുലിനൊക്കെ എടുക്കുന്നവരാകുമ്പോൾ അതിൻ്റേതായ ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫുഡ് ടേബിളിലായി. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോള് പോകുന്നു. അപ്പോൾ മോൾക്ക് ചിലപ്പോൾ സമയവും ഇല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വാരി താ മമ്മി എന്ന് പറയുന്നത്. അപ്പോൾ വാരി കൊടുക്കും. അപ്പോൾ മോൻ വരും. മോന് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ മോൻ്റെ ടിഫിൻ. അപ്പം ഞാൻ അവനോട് ചോദിക്കും ടിഫിനിൽ ഇന്ന് എന്ത് കെട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ അവന് എന്ത് കറിയാണെന്നുള്ളത് ആ കറി ഒന്ന് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ വയ്ക്കുന്ന കറിയും കൂടെ അവന് ടിഫിൻ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഓരോ പ്രകൃതങ്ങളനുസരിച്ച് വേണം നമ്മൾ നിൽക്കാൻ. നമ്മളെപ്പോഴും യൂട്യൂബിൻ്റെ പിറകെ പോയിരുന്നാലും നടക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ മാർച്ച് 16 വരുമ്പോൾ 4 കൊല്ലമായി കേട്ടോ യൂട്യൂബ് തുടങ്ങിയിട്ട്. 4 കൊല്ലം. ഇപ്പോൾ ഈ 4 കൊല്ലം കൊണ്ട് ഒരുപാട് പ്രയത്നിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് മോണിയായത്. ഇപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലമായി മോണിയായിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ കയറാൻ ഈ ഡോളറും ഒക്കെ വരാൻ തുടങ്ങിയത് നമ്മൾ യൂട്യൂബേഴ്സ് വിചാരിക്കും ഇപ്പം തന്നെ നാളെ അങ്ങ് ഡോളർ കയറും, നാളെ തന്നെ മോണിയാവും എന്നൊക്കെ. അത് ചിലവർക്ക് 10-ൽ 1 ചിലപ്പോൾ ലോട്ടറി അടിക്കുന്ന പോലെയാണ് ചിലവരുടെ ഭാഗ്യങ്ങളാണ് കേട്ടോ. അല്ലാതെ ഈ മോണിറ്റേഷനായി ഡോളർ കയറുന്നവർക്കൊക്കെ അറിയാം നമ്മൾ എന്തോരം വീഡിയോ ഇട്ടിരുന്നാലും ഒരു ഇച്ചിരി സെൻറ്റ് കയറേ ഉള്ളൂ. ഇതൊക്കെ സെൻറ്റ് കയറി നമ്മൾ $1 ആവണമെങ്കിൽ എത്ര വീഡിയോ ഒക്കെ ഇടണമെന്നറിയാമോ? അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് കിട്ടുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ അതിന് വേണ്ടി യൂട്യൂബ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഒഴിഞ്ഞ് നമുക്ക് ഇരിക്കാനും പറ്റില്ല. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ നോക്കണം. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് പറയണമെങ്കിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഇവൻ്റെ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ വരുമ്പോൾ വീഡിയോ പിടിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് എഡിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കുറച്ച് രാവിലത്തെ ഭക്ഷണമൊക്കെ ചിലപ്പോൾ 12 മണിയാകും. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12 മണിക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ. ഇത്രയും നേരം ഓട്ടം ഓരോ പണി ചെയ്യും. അപ്പോൾ ഇവന് ഫുഡ് കൊടുത്തിട്ടാവട്ടെ, ഇവൻ്റെ കാര്യങ്ങളാവട്ടെ. അപ്പോൾ അവൻ വിശക്കുമ്പോൾ അവൻ ഓടി വന്ന് എന്നെ തോണ്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവൻ്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ യൂട്യൂബ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. വീഡിയോ എടുക്കുന്നതിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ ഒക്കെ എടുത്ത് അത് ജോയിൻ്റ് ആക്കി അത് എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് നമ്മൾ ഇതിൽ തന്നെ ഇരിക്കരുത്. ഇതൊരു സൈഡായിട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചും നമ്മുടെ വീടും ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് ഇതിന് വേണ്ടി ഇരിക്കരുത് ആരും. എൻ്റെ ഈ 4 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവും. അവരോട് ചോദിച്ചിരുന്നാലും അറിയാൻ പറ്റും ഇതിനെക്കുറിച്ച്. എനിക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, അഡ്വൈസ് തരുന്നവർ ഒരുപാടുണ്ട്. കിഷോറേട്ടനൊക്കെ ഒരുപാട് അഡ്വൈസ്. കിഷോറേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ടിക്ടോക്ക് തൊട്ട് അദ്ദേഹം ഒരുപാട് ഇതിലൊക്കെ പയറ്റി നിൽക്കുന്ന ആളാണ്. അപ്പോൾ ചേട്ടനൊക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞു തരും. പെങ്ങളെ ഇങ്ങനെ എന്നെ ഇതൊക്കെ വിചാരിച്ച് നിൽക്കരുത്, നമ്മളൊരു സൈഡായിട്ട് കൊണ്ടുപോകാം. നമുക്ക് നാളെ കോടി ഉണ്ടാക്കാനോ നമ്മളെ പൈസക്കാരനോ അങ്ങനെയൊന്നും അല്ല. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത്രയും 4 വർഷം കൊണ്ടൊന്ന് ഇത്രയൊക്കെ ഞാൻ നിർത്തിയിട്ട് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. നിർത്താൻ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ, തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിർത്താം, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അവനിങ്ങനെ കിടക്കുന്ന കേട്ടോ കേട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും പിന്നെ ചിലവരൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് എനിക്ക് യൂട്യൂബിലൊക്കെ സപ്പോർട്ടാണ്, ആവശ്യത്തിന് മക്കൾ സപ്പോർട്ടാണ്. പക്ഷെ വീട്ടിൻ്റെ പണി കഴിഞ്ഞും അല്ലാതെ അവരുടെ ഫുഡും അവരുടെ ഹെൽത്തൊന്നും നോക്കാതെ അങ്ങനെ ഒഴിഞ്ഞിരുന്ന് യൂട്യൂബിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് സമയം എക്സ്ട്രാ കിട്ടുന്ന സമയം ഇതൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്കൊരു ടൈമുണ്ടല്ലോ യൂട്യൂബിൽ ഈ വീഡിയോ ഈ സമയത്ത് ഇടണമെന്ന്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്കൂടെ അവർക്ക് നമ്മുടെ ഫാമിലിക്ക് ഒരു
കോട്ടവും തട്ടാത്ത വിധത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുക്കും. സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ 12 മണിക്കുള്ളിൽ ഇവന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വഴക്ക് പറയും കേട്ടോ എന്നെ. ഇത്രയും നേരം എന്തെടുക്കുന്നതായിരുന്നു, കൊച്ചിൻ്റെ സമയം കഴിഞ്ഞു, കുഞ്ഞിൻ്റെ സമയം കഴിഞ്ഞു. നമ്മളെന്തെങ്കിലും പണിയെടുത്തിരുന്നാലും അദ്ദേഹം അങ്ങനെ പറയും. കാരണം ഇവനോടുള്ള സ്നേഹം അങ്ങനെയാണ്, നമ്മുടെ മോനോടുള്ള സ്നേഹം അങ്ങനെയാണ്. അപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ട് നിനക്ക് നിന്നൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഓരോ സമയങ്ങളും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളും എല്ലാം അറിഞ്ഞു വേണം നമ്മൾ ഇതിനൊക്കെ ആ ഒരു സമയം ക്ലിപ്തപ്പെടുത്തിയൊക്കെ എടുക്കാനല്ല നമുക്ക് ഇതിലേക്ക് വന്നിരിക്കുക. അതുകൊണ്ട് ഇന്നെനിക്ക് ഒരുപാട് തിരക്ക് തന്നെ ഇനിയും ഉണ്ട് കേട്ടോ. ഇനി ഇഷ്ടം പോലെ ദീപക്ക് വരുന്നതിന് ദീപക്ക് വന്നു എന്ന് പറഞ്ഞാൽ ദീപക്ക് അവന് കുറച്ച് പാത്രങ്ങൾ കഴിയും, അവൻ്റെ ജോലി ചെയ്യും. അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഒന്നും അവർ ചെയ്യുന്നുമില്ല. എക്സ്ട്രാ നമുക്ക് വയ്യാതൊക്കെ ആയാൽ ചെയ്യുമ്പോൾ അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് അതിനുള്ള പ്രൈസൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് അവന് വേണ്ടെന്നുള്ളതേ വെക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ്. പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ അടുക്കാനും ഒതുക്കാനും ഒക്കെ ഇല്ലേ, നമ്മളൊക്കെ ഡെയിലി അടിച്ച് തുടക്കുന്ന ആൾക്കാരാണ്, അറിയാമല്ലോ. അപ്പോൾ ദീപക്ക് വന്ന് തുടക്കുന്നത് കണ്ടില്ലേ, ഡെയിലി അടിച്ച് തുടക്കുന്നതാണ്. ദീപക്ക് അവധിയെടുക്കുന്ന സമയം എനിക്ക് ആ പണിയും കൂടെ വരുന്ന, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. പുറം കഴുകാനുള്ള പണികളുണ്ട്, അങ്ങനെയൊക്കെ കുറേ ഏറെ പണികളുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് അങ്ങനെ കുടുംബവും ഇതൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് എന്നെ ശ്രദ്ധിച്ചിരിക്കാൻ ഇത് തന്നെയാണ് ശരണം എന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വീഡിയോ ഇടുന്നതും ഒക്കെ. അപ്പോൾ ഇത് സൈഡായിട്ട് നമുക്ക് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് കോടികൾ കിട്ടാനോ അങ്ങനെയൊന്നും ചിലവർ വിചാരിക്കും കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഇതിലൊക്കെ അങ്ങനെയൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഹാർഡ് വർക്കാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ മോണി കഴിഞ്ഞാൽ എത്ര വർഷം പിടിച്ചു എന്നറിയാമോ. അതിൻ്റെ കുറച്ച് സെൻറ്റ് നമ്മൾ എത്ര വീഡിയോയും എത്ര ഇടും ഒക്കെയാണ് നമുക്ക് ഇതിലൊക്കെ ഒരുപാട് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് ഇത് തന്നെ ഇട്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ ഫാമിലിയെയും നോക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രോബ്ലത്തിൽ വീഴുന്ന ഒരുപാട് ഫാമിലികളുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ കേട്ടിരിക്കുമല്ലോ ഫ്രണ്ട്സ്. അങ്ങനെ പ്രോബ്ലത്തിലൊക്കെ വീഴുന്ന ഒരുപാട് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായി, സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല, സമയത്തിന് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇത് തന്നെ ശരണമെന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാനും പറ്റില്ല. എൻ്റെ പേഴ്സണൽ വെച്ച് ഞാൻ പറയുന്നതാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവർ, സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഠിത്തങ്ങളും അവരുടെ ഫീച്ചറും ഒക്കെ നോക്കിയിട്ടൊക്കെ വേണം ഈ യൂട്യൂബിലേക്കൊക്കെ വന്നിരിക്കാനൊക്കെ കേട്ടോ. ഇതൊക്കെ ഒരു സൈഡായിട്ട് കൊണ്ടുപോവുക. അല്ലാതെ ഇതിൽ തന്നെ ശരണമെന്നും പറഞ്ഞിരിക്കരുത്. ഭക്ഷണം കഴിക്കാതെയൊക്കെ നമ്മൾ വന്ന് കുറേയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരും. അപ്പോൾ ഇത് കുറച്ച് റിച്ചായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ബെഡിൽ കിടക്കേണ്ട ഒരു ഇത് വരും. അപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നത് അങ്ങനെ കേട്ടോ. ചിലപ്പം നമ്മൾ ഓടി പണിയും എടുക്കും, ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കും, ഇതിൻ്റെ ഇടയിൽ ഇതാവും, സമയത്തിന് ഫുഡ് കഴിക്കില്ല. അങ്ങനെയാണ് എനിക്ക് ഹീമോഗ്ലോബിനൊക്കെ ഒരുപാട് കുറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതും കാര്യങ്ങളൊക്കെ. അതിന് ശേഷം ഞാൻ സമയത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കാരണം ഇനി അത് ആവർത്തിക്കരുതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് സമയം കണ്ടെത്തുന്ന സമയങ്ങളിൽ നമുക്കെല്ലാം, പക്ഷേ എൻ്റെ ടൈം 1 മണിക്ക് മുമ്പ് ഇത് ലോഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ ഞാൻ നേരത്തെ ചില സമയം തലേ ദിവസമേ ഞാൻ എടുത്തു വച്ചേക്കും വീഡിയോ. അപ്പോൾ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്ത് വച്ചിട്ട് അത് എല്ലാം അതിൻ്റെ കാര്യങ്ങളും പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ ഗാലറിയിൽ വെച്ചിട്ട് ചിലപ്പോൾ പിന്നെ ആയിരിക്കും അത് തംബ്നെയിലൊക്കെ കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ഒത്തിരി പണിയുണ്ടായി ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയും ഉണ്ട്, പണികളുണ്ട്. കുറേ കൂളർ ഐറ്റംസൊക്കെ എടുത്ത് വെക്കണം. എടുത്ത് വെച്ച് കുറേയൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇവിടെ അങ്ങ് കാലിയാവും, ഇവിടെ അങ്ങ് ഒന്ന് വൃത്തിയാവും. പിന്നെ ഇനി അടുത്ത വർഷമല്ലേ അതൊക്കെ ഉപയോഗിക്കുള്ളൂ. ഒത്തിരി പണികളുണ്ട്. നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ 1.5 മണിക്കൂർ ദൂരെയൊക്കെ പോയിട്ട് വരുന്ന ആളാണ് ജോലിക്കൊക്കെ. അപ്പോൾ പല വീഡിയോയിലും കണ്ടിരിക്കും, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂസ് കണ്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോവും.
അപ്പോൾ മക്കളും ഇതുപോലെ ഒരുപാട് ദൂരെയൊക്കെ ജോലിക്കുമൊക്കെ പോയിട്ട് വരുന്നത്. എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബൈക്കിൽ ചൂടത്ത് ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോയി വന്ന് അപ്പോൾ അവർ കിട്ടുന്ന സമയം അവർ റെസ്റ്റ് എടുക്കാനും ഉറങ്ങാനേ നോക്കാറുള്ളൂ. പക്ഷേ ഇങ്ങനെ ജോലി ഇത്ര ദൂരെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ചെയ്യുമോ അത് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം എനിക്ക് എത്താവുന്നതും എനിക്ക് പറ്റാവുന്നുള്ള എല്ലാ ജോലിയും ഞാൻ തന്നെ എടുക്കാൻ നോക്കും കേട്ടോ. കഴിവതും അവർക്കുള്ള ജോലി കുറയ്ക്കും. പിന്നെ വല്ല ഫാനൊക്കെ തുടക്കണമെങ്കിൽ ഞാൻ ഏണി കയറി നിന്നാൽ നമ്മുടെ ഭർത്താവിനോട് പറയും ഒന്ന് വെള്ളം എടുത്ത് തരണം. കാരണം എനിക്ക് അപ്പം ഇറങ്ങാനും കയറാനും അപ്പം ഇറങ്ങാനും കയറാനും അങ്ങനെ പറ്റൂലല്ലോ. അപ്പോൾ കയറി നിന്ന ഒരാൾ വെള്ളമൊക്കെ എടുത്തിടണം. അപ്പം അങ്ങനെയുള്ള പണിക്കൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്നിരുന്നാലും അദ്ദേഹം കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അറിഞ്ഞു വെച്ച് അങ്ങനെ പറയാനും പറ്റത്തില്ല, മോശമല്ലേ അത്. ഇത്രയും ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിട്ട് അവരോടൊക്കെ പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വെയിലത്തൊക്കെ തളർന്നൊടിഞ്ഞ് വന്നിട്ട് അവർക്ക് ഇച്ചിരി സ്വസ്ഥതയായിട്ടിരിക്കേണ്ട സമയത്ത് നമ്മൾ പണി ചെയ്യും. നമ്മൾ വീട്ടിലാണ്, അപ്പോൾ നമുക്ക് പണി ഇച്ചിരി മാറ്റി വെച്ചിരുന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാം. നമുക്ക് ഇച്ചിരി തലവേദന വന്നാൽ റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി വയ്യായിക വന്നാൽ റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ആ പണി ചെയ്യാമെന്നാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ, അവർക്ക് വീട്ടിൽ വന്നിട്ട് തന്നെ റെസ്റ്റ് എടുക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഫ്രണ്ട്സ്? കറക്റ്റല്ലേ? അപ്പോൾ നമ്മൾ ടി തന്നെ ഇരുന്ന് നമ്മളെ ശരീരം കളയാനും പാടില്ല. ഇതൊക്കെ ഒരു സൈഡായിട്ട് കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് റിസ്ക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊന്നും ഒരു ഇത് കാരണം നമ്മൾ ഇതെടുക്കുന്നു വീഡിയോ എടുക്കുന്നു എന്ന് പറയണ കാരണം കൊണ്ടിട്ട് ഒരു വഴക്കോ ഇതൊന്നും വന്നാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ കഴിവതും ഞാൻ മാക്സിമം എനിക്ക് ടൈം കിട്ടുന്ന ഇതിൽ ഞാൻ അതുമല്ല എനിക്ക് ലൈവിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞിരുന്നാലും 11 മണി കഴിഞ്ഞൊന്നും എന്നെ ഇരിക്കാൻ അത്ര അധികം മക്കൾക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം 11 മണി വരെയൊക്കെ ഇരിക്കും, അല്ലെ അരമണിക്കൂർ ഇരിക്കും, എന്നിട്ട് ഞാൻ കിടക്കും. അങ്ങനെയാണ് കിടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ 5 മണിക്ക് എണീക്കണമല്ലേ. നമ്മുടെ ഹെൽത്ത് നമ്മൾ ആദ്യം തന്നെ എല്ലാവരും നോക്കണം കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇതിൽ കയറി ഇരുന്ന ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒത്തിരി വരാൻ കേട്ടോ. പ്രത്യേകിച്ചും ഷുഗറും പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ പണി നല്ല ശരിക്കും കിട്ടും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് എല്ലാം നോക്കിയും കണ്ടൊക്കെ വേണ്ടി വീഡിയോ എടുക്കാൻ. അപ്പോൾ കുറച്ച് നമ്മുടെ റിസ്ക്കും നമ്മുടെ പണികളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ മോനെ കാണാൻ ആഗ്രഹിക്കുന്ന ചില ഫാൻസുകളുണ്ട്, ഫ്രണ്ട്സുകളുണ്ട്. അവർക്ക് വേണ്ടി എന്നെ കണ്ടോ ദേഷ്യം വരുന്നു കേട്ടോ ഞാൻ വർത്താനം പറയാം. പൊന്നാ പൊന്നാ കള്ളക്കുട്ട എല്ലാവർക്കും ഒരു ഹൈ തന്നേ പൊന്നാ, ഒരു ഹൈ എങ്കിലും കൊടുത്തേ പൊന്നാ. അപ്പോൾ ഹൈ ഒക്കെ കിടന്നു പൊന്ന് കിടന്നു. ഇനി അപ്പുറത്തെ കട്ടിലിൻ്റെ അവിടെയൊക്കെ ഒതുക്കാനും പിടിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകണം. പിന്നെ ഇനി അത് കഴിഞ്ഞ് ദീപക്ക് വരും. അപ്പം ദീപത്തിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഇനി വൈകുന്നേരത്തെ സന്ധ്യാവിളക്ക്, അത് ഇപ്പോൾ വൈകുന്നേരത്തെ ഇവൻ്റെ ഫുഡ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കയറി വരും. പിന്നെ അത് അങ്ങനെ ഇങ്ങ് പോകുന്നു കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കണം. അച്ഛ ഒന്ന് നോക്കട്ടെ നിങ്ങളൊന്ന് കാണിച്ചു കൊടുത്തേ. പൊന്നുച്ചു അമ്മയുടെ പൊന്നുവേ അമ്മ പൊന്നുവേ എന്നപ്പോൾ നോക്കുന്നത് കണ്ടോ. അമ്മ പൊന്നു ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തി, ഒരു ഹായ് കൊടുത്തി, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തി. അമ്മ പൊന്നു കൊടുത്തി, ഒരു ഹായ് കൊടുത്തി. ഹായ് കണ്ടോ, അമ്മ പൊന്നുവേന്ന് വിളിച്ചപ്പോൾ കണ്ടോ ഈ കയ്യുണ്ട്. ഹായ്. ദീപക്ക് എങ്ങനെ ടാറ്റ കൊടുക്കുന്ന പൊന്നു? ദീപക്കിന് എങ്ങനെ കൊടുക്കുന്ന ടാറ്റ? ഇങ്ങനെയാണോ? ഇങ്ങനെ കാണിക്കൂലേ? കാണിച്ചേ. ടാറ്റ. ദീപക്കിന് ടാറ്റ കൊടുക്കുന്ന കാണിച്ചുണ്ടോ? എങ്ങനെ ദീപക്കിന് ടാറ്റ കൊടുക്കുന്നേ? ചേച്ചിമാർക്ക് ആൻറ്റിമാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ടാറ്റ കൊടുക്കുന്നത് എങ്ങനെയെന്ന്. ദീപക്ക് പോ. ടാറ്റ. ഓക്കെ, ഒന്നും കൂടെ ബായ് പറഞ്ഞേ. നമ്മുടെ ബായിൻ്റെ പാട്ട് ബായ്. അപ്പോൾ എല്ലാവരും എൻ്റെ മോനെ സ്നേഹിക്കുന്നവരൊക്കെ എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് വലിയ വീഡിയോ ഒന്നും ഇന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം എടുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോയെന്ന് വിചാരിച്ചു അല്ലേ പൊന്നു? അപ്പോൾ എല്ലാവരും എന്നെ ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കൊക്കെ ചെയ്യണേ ഫ്രണ്ട്സ്. ഞാൻ കുറച്ച് നേരം ലൈവിലിരുന്ന സമയമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവുക കേട്ടോ. അപ്പോൾ അവിടെ ബോൺ കളിയാണ് കേട്ടോ, ബോൺ എടുത്തിട്ടുള്ള കളിയാണ്.
അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. നാളെ ഞാൻ നല്ല വീഡിയോ ഒക്കെ എടുത്ത് കൊണ്ടുവരാൻ നോക്കാം. ഇന്ന് കുക്കിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പടപട പണിയെടുക്കുന്നുള്ളതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.